രണ്ട് ശവം കണ്ട് എടുത്തോ. വലിയ ബഹളമൊന്നും വേണ്ട. ഇവരെ പിടിച്ചോണ്ടോ. നോക്കി നിൽക്കാൻ അയച്ചോണ്ട് പോടോ. കരിമ്പിലി ഒരു ധൈര്യത്തിന് ഞാനും പറ്റേ. എടുത്തിട്ട് പോമാഷേ. ഡോക്ടർ ഉണ്ടോ അവിടെ? എന്താ അസുഖം? എന്റെ അസുഖം നിനക്ക് അറിയണോടാ, എങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാ? എന്നെ പറ്റി നിന്റെ ഭർത്താവ് പറഞ്ഞു കാണുള്ളോ. മിസ്റ്റർ മൈൻഡ് യുവർ വേർഡ്സ്. CI കരിമ്പുലിയാനെ മര്യാദ പഠിപ്പിക്കുന്നോ? നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞേക്ക് ആന്റണി പുലിയാണെന്ന്, മുറിവേറ്റ പുലി. അവൻ എന്തിനാണ് വീട് വാടകയ്ക്ക് എടുത്തെന്നും എന്താണ് അവിടെ നടക്കുന്നത് എനിക്കറിയാം. ഭർത്താവിന്റെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ അവനോട് പറഞ്ഞേക്ക് 24 മണിക്കൂറിനകം ഇവിടെ വിട്ടുപോക്കോളാൻ. ഇല്ലെങ്കിൽ ചിലപ്പോ അവന്റെ ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടില്ല. കരിമ്പുലി ആന്റണിയെ പറയണേ, മനസ്സിലായടി മഹാദേവന്റെ മോളെ. സാറിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അങ്ങേരോട് തീർക്കണം. അല്ലാതെ പെണ്ണുങ്ങളോട് വീറ് കാണിക്കാൻ നമ്മൾ ആണുങ്ങൾക്ക് ചേർന്നതല്ല, ഒരുക്കി തന്നതാ. ഞാൻ യൂണിഫോമിലായിപ്പോയി, അല്ലെങ്കിൽ അവനെ ഇന്ന് ഞാൻ. ഇയാളാണോ പുതിയ CI? അതെ, പക്ഷെ ഇയാൾ അങ്ങനെ പകലിറങ്ങി നടക്കുന്നു. അതെന്താ? അയ്യോ, അയാൾ പുലിയല്ലേ. നാരായണ, ഓ താൻ ഈ വിവരം മഹേട്ടനോട് പറയണം. അയ്യോ അയ്യോ, എന്റെ പൊന്നി ചേച്ചി, വലിയ മുതലാളി അറിഞ്ഞാൽ കൊന്നുകളയും. സാർ ഈ പരിസരത്താണ് വന്ന എന്നോട് പറയാനാ പറഞ്ഞേക്കണേ. അല്ല നാരായണ. അയ്യോ എന്റെ പൊന്നി ചേച്ചി, ഞാൻ കുറച്ചു കാലം കൂടി വളയൊന്ന് പിടിച്ചോട്ടെ. ചേച്ചി ആകെ ഭയന്നിരിക്കുകയാണ്. ആ CI കരിമ്പുലി വീട്ടിൽ ചെന്ന് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വെടിയേറ്റ് ഹോസ്പിറ്റലിൽ വന്ന ഒരുത്തനെ ചേച്ചി പറഞ്ഞു വിട്ടു. അവര് ചേച്ചിയെ ഭയപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല സാറേ, വീട്ടിലൊരു നല്ല വേലക്കാരി ഇല്ലാത്തതിന്റെ പേരിൽ മോള് പലപ്പോഴും കൺസൾട്ടിംഗ് റൂമിലാണ് ഉറങ്ങുന്നത്. നമ്പ്യാർ സാർ അവിടെ ഇല്ലേ? കുറച്ചു ദിവസമായി ഉണ്ടായിരുന്നില്ല, ഇന്നലെയാണ് എത്തിയത്. ആ ജോസ് ബക്കു, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്നാ ഞാൻ. ശരി. സാറിനോടുള്ള വൈരാഗ്യം ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചോദിക്കാനും പറയാൻ അവിടെ ആരെങ്കിലും വേണ്ടേ? സാർ എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? ഇതിനൊരു വഴിയേ ഉള്ളൂ, അത് സാറ് വിചാരിച്ചാലേ നടക്കൂ. നമസ്കാരം സാർ. എന്റെ കൂട്ടുകാരുടെ സുഖമാണോ? കൂട്ടുകാരനോ? ഒന്നും പറയണ്ട സാർ, അയാള് കാരണം എന്റെ കുടുംബം പട്ടിണിയിലായി. അയാൾ നന്നാവൂല സാറേ. എന്താടോ അവൻ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? ആർക്കറിയാ സാറേ, എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴേ പോന്നു. ഒരാഴ്ചയായിട്ട് ആ വീട് പൂട്ടിക്കിടക്കുക. ആള് പോയെന്നാ തോന്നണത്. നമ്പ്യാൻ ആരാന്ന് അവൻ അറിയില്ല. അതൊക്കെ പോട്ടെ, താനെന്താ ഇവിടെ? ഇത് എന്റെ നാട്ടുകാരും ഉമ്മയാണ്, സുഖമില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് ഒന്ന് കാണാൻ വന്നതാ. ഓ സ്വാമിയേ. അല്ല സാറെന്താ പതിവില്ലാതെ വാർഡില്? ഞാനേ മഹിമോളെ കൊണ്ട് വന്നതാ. എനിക്കും തിരക്ക്, ലക്ഷ്മിക്കും തിരക്ക്. എടോ മഹിമോളെ നോക്കാൻ ഒരാളെ കിട്ടുന്നില്ലടോ. ഞാൻ ഒത്തിരി തിരക്കിയായിരുന്നു. ഒരാളെ ഒപ്പിച്ചു തരാമെന്ന് വാച്ച്മാൻ പറഞ്ഞിട്ടുണ്ട്. മഹിമോളെ നോക്കാൻ? ദേ സാറേ, ഈ ഉമ്മാക്ക് തങ്കം പോലൊരു മോളുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ മോളോട് ചോദിക്കാം. കിട്ടിയാ ഭാഗ്യം. ഓ സ്വാമിയേ. ശരണമയ്യപ്പ, ഒന്ന് അന്വേഷിക്കടോ, വളരെ അത്യാവശ്യമാണോ. ആയിക്കോട്ടെ, ഞാൻ നോക്കിയേക്കാം. മോളെ, ദേ അച്ഛൻ താഴെ കാണും. കുഞ്ഞോടക്കണം ഉറങ്ങുക. വേഗം വാ 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 വാ. കല്യാണം കഴിക്കാത്ത എനിക്ക് എവിടുന്നാടാ മോനെ ഒരു മോള്? കല്യാണം കഴിക്കാത്തവർക്ക് മോളുണ്ടാകും. നിർത്ത് നിർത്ത്, ഇറങ്ങും ഇറങ്ങാട്. എടാ കളവനുണ്ടോ? സമയത്തിലല്ലേ ഉണ്ട് കാണും. അതല്ലടാ കുരങ്ങൻ അവിടെ ഉണ്ടോന്ന്. അതവിടെ ഉണ്ടാവും, എവിടെ പോരാ വാ. ഓവറാക്കല്ലേ. അങ്ങോട്ടൊന്നോ ഇവിടെ ഞാൻ പോയിട്ട് വരാം. നമസ്കാരം സാർ. എന്താടോ, ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കുട്ടിരാതിരിക്കാൻ പറ്റേ. മോളെ, പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാളെ? എടോ ജോലിക്കാളെ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇവരേതാ ദാസപ്പ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്.
വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? PC ദാസപ്പൻ. ഇവിടെ തന്റെ പേരല്ല ചോദിച്ചത്. ഓ സാറിന്റെ ഇവിടെ പെണ്ണിന്റെ പേര്. പെണ്ണിന്റെ സാറെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ചോദിക്കാ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിന്റന്റെ അപ്പന്റെ വീട്ടിൽ. 2-3 വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയമുണ്ടോന്ന് സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടെന്ന് പറയടാ. പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വിശക്കുമ്പല്ലേ അവളോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴേക്കും ആഹാരം കൊടുക്കണേന്ന്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണിൽ മഴയെന്ന് പറയടാ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരിയാഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു ബെഗും. ഒരു അല്ല ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കണേ. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കൂന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്ത് നിന്റെ കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടി അവിടെ പോയി ചോദിക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞ എന്ത് ചെയ്യുന്നു? കഴുത്തെ പിടിച്ച് നിൽക്കൂന്ന് പറയടാ. പാട്ടുപാടി ഉറക്കൂന്ന്. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു കള്ളൻ ഒന്നും അറിയാത്ത പോലെ. അതൊക്കെ അറിഞ്ഞങ്ങോട്ട് കൊടുത്താ പോരെ? ശമ്പളം ഒന്ന് കൊടുക്കണോ? ഓ അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അയാളുടെ കരണക്കുറ്റി കൊണ്ടൊന്ന് കൊടുക്കടാ. എന്തെങ്കിലും കൊടുത്താ മതി സാറേ. അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. നാരായണ, ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ? ഉയ്. അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവൻ എനിക്ക് അത്ര വിശ്വാസമില്ല. സൂക്ഷിച്ചും കണ്ടും നിൽക്കണം. നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. പാർട്സൊക്കെ ഇളകാതെ നോക്കണേ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. സാറേ മോളെ പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. ചിലപ്പോ അമ്മപ്പെട് നോക്കിയൊന്നും വരും. വലത് കാര്യം വെച്ച് കയറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി ഇതേ. ആ നാരായണ, ഓ ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്ക. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബി ജമീല. എനിക്കും കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ലാ, അത് ഹിന്ദുവിന്റെ പേരല്ലേ? ജമി കല്യാണം കഴിച്ചതാ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി, മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമ്മുവിന് ഇഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ചവരെയാണ് ഇഷ്ടം. എന്ത് സ്വഭാവക്കാരിയാണ് ജമ്മുവിന്? ഇവനെ ഇതാ എന്റെ പുതിയാപ്പിള വന്നിരിക്കണു. കണ്ടണു നീ? ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല. ഇത് നമ്മുടെ രാത്രിയാണ്. പനിനീരു പെയ്യുന്ന പൂനീലാവും 17 പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊലി തണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊലി തണിയിക്കും. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ചന്ദനത്തിരി കടിച്ചു പിടിച്ചേക്കണേ? വിടണോന്റെ കാലെന്ന് അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ. എന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? ഒരു ചവിട്ടിയാൻ പറ്റും. നീ അല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണത്? അവസാനം ആലിലക്കെണ്ണ പാടേണ്ടി വരും. പാടേക്കട്.
ഇങ്ങോട്ട് വാടാ. ഏതായാലും പൂക്കുറ്റി ആയില്ലേ? ആ കുടി മുഴുവനും കുടിക്ക്. ചാവ്. പോ. അങ്ങനെ നമ്മൾ സുബർക്കത്തിലെത്തി. ഇതാണ് കുറ്റാലം കുളിരരുവിയാ? അല്ലടാ, കാവാലം കള്ള് ഷാപ്പ്. ദാസപ്പന. ഓ കേറ്. കയ്യെ പിടിച്ചോ, എന്റെ വീട്ടല്ലേ? പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫോൺ ചെയ്തോ. കിളവനെന്റെ കൈ മേടിക്കുന്നു തോന്നുന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണോ? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പിടിക്കാഞ്ഞത്? ഞാൻ DSP വിളിക്കുന്ന എസ് ഡി ബൂത്ത് കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നവരെ ഇറങ്ങിയിട്ടില്ല. വിളിക്കുന്നതിനും വരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാൽ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിൽ പോവാ. കൈ കാണിച്ചു. അവിടെ കൊണ്ടുപോകണ മോനെ. അറക്കാൻ കൊണ്ടുപോണ്ട, വേണ വന്നണ്ട. അമ്മയും പെണ്ണും തിരിച്ചറിയാൻ പോലത്തെ പാന്നികള്. പോട്ടാ പോട്ടാ. അല്ല, ഞാൻ മഫ്റ്റിലായി പോയി. ഇല്ല, ചരക്കാണല്ലോ, ഒന്ന് നോക്കാം. ഞാൻ പോലെ ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കൊന്നേ. കേരള വണ്ടിയല്ലേ? എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? നീ ആരടാ? മുമ്പിൽ ആഹാ, എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്. എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ? എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ KA അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? ആ, രണ്ട് മാമേ ഞാൻ തന്നെയാണ്. എന്നാ നമുക്ക് പോവാം. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഇത് ഫ്രഷ് ആൻഡ് ന്യൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കാണിച്ച. കൊല്ലും ഞാൻ കള്ളൻ. ഇതിന്റെ അകത്തിരിപ്പുണ്ടോ ഒരു ആക്രാന്തം? ജമീല, പോവാ. മാമ, എനിക്ക് പേടിക്കണ്ട, ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നു? ഒപ്പന കളിപ്പിക്കാൻ കയറിയിട്ട് കൊല്ലും ഞാൻ. പേടിക്കണ്ട, മാമല്ലേ പറഞ്ഞത്. രണ്ടുപേരേ ഉള്ളോ? മാമ, ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു, ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ചുക്കാന്തി ജപാതിരിങ്ങള്. വെള്ളം ഉറിയിക്കണ്ട്. ബാ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാറിക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട. സിനിമയിൽ അഭിനയിച്ച ചീത്താവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ? മാമേ അല്ല, പെണ്ണിന്റെ മാമാന്ന്. മാമ പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്തിയായനി വരും. കാർത്തിയായനിയോ? കിട്ടുവോ? എന്ത് കിട്ടുമെന്ന്? കാർത്തിയായനിയെ ഇവിടെ കാർത്തിയായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ചു. നീ കയറിക്കോ. ജമീല, ബിസിലടിച്ചിട്ട് തുടങ്ങിയാൽ മതി കേട്ടാ. ശരി മാമ. ഇങ്ങോട്ട് കൊണ്ടാ.